ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോൾ കാണുമ്പോൾ തന്നെ വിചാരിക്കും ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു, ഒരാളിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, ഇന്ന് വിവേകിൻ്റെ കുക്കിംഗ് ആണേ. അത് ഇവിടെ ഇപ്പം എൻ്റെ ക്യാമറ ആയിട്ട് അപ്പം വിവേകിൻ്റെ കുക്കിംഗ് ആണ്. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചിക്കൻ കറി, സ്പെഷ്യൽ ചിക്കൻ കറി. ഓക്കെ, തുടങ്ങുമ്പോഴേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട സാധനമാണ് ഉള്ളി പൊളിക്കുക. എന്താ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളി വൃത്തിയാക്കണം. ഉള്ളി വൃത്തിയാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. കാരണം ഈ സവാള വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വൃത്തിയാക്കണം എന്നുള്ള മടി കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ചിക്കൻ കറി വെക്കുന്ന പരിപാടി ഇഷ്ടമല്ലാത്തത്. അല്ലാതെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല കേട്ടോ. പിന്നെ കിഴങ്ങ്, ചിലവർ കിഴങ്ങൊക്കെ ഇടും, ചിലർ കിഴങ്ങിടാറില്ല. പക്ഷെ ഞങ്ങൾ ഇടും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയ സമയത്ത് അന്ന് സത്യം പറഞ്ഞാൽ ചിക്കൻ കുറവായിരുന്നു. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2-3 കിഴങ്ങും കൂടി ഇട്ടു, ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടു. അപ്പോൾ അത് കറക്റ്റായി. ആ ഉരുളക്കിഴങ്ങ് ആ ഗ്രേവിയിലൊക്കെ ഇങ്ങനെ മിക്സ് ആയപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരാളിവിടെ വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, നമ്മൾ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിക്കൻ എല്ലാം കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കണം. ഒരു സെറ്റ് കഴുകി കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി ലേറ്റായി പോയി. ഞാനൊന്ന് കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ചിക്കൻ ഇവിടെ പകുതി കഴുകി കഴിഞ്ഞ കേട്ടോ. നമ്മുടെ പ്രോ മാസ്റ്റർ ഷെഫാണ് ഈ നിൽക്കുന്നത്, മിസ്റ്റർ വിവേക്. വിവേക് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? എന്ത്? അത് സത്യം കേട്ടോ. ചിക്കൻ ക്ലീൻ ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ കഴുകി കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഞങ്ങൾ കഴുകി കഴിഞ്ഞു. ഞങ്ങളെല്ലാം വിവേകം. അങ്ങനെ പിന്നെന്താ, ഉള്ളി നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഇങ്ങനെ വളരെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഞാനൊരു 2 ഉള്ളി ഒന്ന് അരിഞ്ഞു. അപ്പോഴേക്ക് എന്നെ ഓടിച്ചു വിട്ടു. ഞാൻ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ വലിയ പീസ് പോലെ ഞാൻ അരിയുന്നത്, അത്ര ചെറുതായിട്ട് ഞാൻ അരിയത്തില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് വിവേക് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വിവേക് പറഞ്ഞു വിവേക് തന്നെ അരിഞ്ഞോളാം എന്ന്. അങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയുണ്ട്? കണ്ണ് നേർന്നുണ്ടല്ലേ? സാരേ. വളരെ പ്രൊഫഷണലായി അരിഞ്ഞിട്ടൊരാൾ ഇത് കൊണ്ടുവരുന്നുണ്ട്. ഓ മൈ ഗോഡ്. നമ്മൾ ഉള്ളിയൊക്കെ വഴട്ടാനായിട്ട് ചീനച്ചട്ടിയൊക്കെ വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിടും? ഉള്ളി ഇടും അല്ലേ? യെസ്. അത് കഴുകുക. നമ്മൾ എന്ത് സാധനം എടുക്കുന്നതിന് മുമ്പേ ഒന്ന് കഴുകുന്നത് വളരെ നല്ലതായിരിക്കും. കഴുകി വെച്ചാലും എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് കേട്ടോ. ഏത് സാധനം എടുക്കുമ്പോഴും നമ്മൾ ഒന്നുകൂടെ പിന്നെ കഴുകും. സത്യം പറഞ്ഞാൽ അതിപ്പോൾ എടുത്തൊരു ഇതാണ്, പിന്നെ കഴിയേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മൾ കഴുകി. അപ്പോൾ ചൂടായി. ഉള്ളിയൊക്കെ ഇട്ട് കേട്ടോ. ഇത് ഒത്തിരി ഉള്ളി ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. വിവേക് പറഞ്ഞ് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും അരിഞ്ഞത്. നമുക്ക് നോക്കാം. ഉള്ളി ഇറച്ചിക്കറി. ഇതിപ്പോഴാണ് ശരിക്കും ഉപ്പ് പിടിച്ചത്, നേരത്തെ അത്ര ആയിട്ടില്ലായിരുന്നു. എന്താ അത്? ഓക്കെ, ഞങ്ങളിതാ ഈ പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ശരിക്കും അങ്ങനെ മേടിച്ച് വയ്ക്കുന്ന അത്ര നല്ലതല്ല, നമ്മൾ തനിയെ ഇതാക്കുന്നത് നല്ലത്. പക്ഷെ നമുക്കെപ്പോഴും അങ്ങനെ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മേടിച്ച് വയ്ക്കുന്നതാണ്. ഈ മദേഴ്സിൻ്റെ ഇതാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. കിഴങ്ങ് ആഡ് ചെയ്ത്
നമ്മൾ ഈ ഒരു പീസ് വലുതാണ്. ഈ കിഴങ്ങാണെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ കൂടെ കിടന്നങ്ങ് വെന്തോളും കേട്ടോ, അതുകൊണ്ട് അതിന് വലിയ പ്രശ്നമൊന്നും വരാനില്ല. മസാല ഒന്ന് വറക്കാൻ വേണ്ടി വെക്കുവാണേ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല എടുത്തു, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടിയല്ല 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇത്രയാണ് എടുക്കുന്നത്. മല്ലിപ്പൊടിയൊക്കെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു മീഡിയത്തിലിട്ടത്, കാരണം ഒരുപാട് എരിയായാലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതാ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫൈനലി നമ്മളിതാ ഇടാൻ വേണ്ടി പോവാണല്ലോ. യെസ്, ഇനി എന്താ മസാല. ഓക്കെ, മല്ലിയില ഇടുന്നോ? ലാസ്റ്റ് മല്ലിയില ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റിൽ മല്ലിയില ഇടാം. എനിക്ക് മല്ലിയില ഇഷ്ടമല്ല, പിന്നെ ഡെക്കറേഷൻ ആയിട്ട് ഇടും. ഫൈനലി അടച്ചു വെച്ചു. ഡൺ. യെസ്, ഒരു 20-25 മിനിറ്റിൻ്റെ കാത്തിരിപ്പാണ്. ദമ്മ പൊട്ടിച്ചോ? ചിക്കൻ കറിക്ക് നമുക്ക് ദമ്മെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ, കിടക്കുന്ന ആളെ ഒന്ന് മാറ്റും. അടിപൊളി, ഫൈനലി സക്സസ്.